येन तस्मै श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण Hare Krishna, Krishna Krishna, Krishna Hare Hare Hare, Hare 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 Rama, Rama Hare 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 Rama, Rama 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 Hare 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 Krishna, Krishna 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 Krishna, Krishna Hare 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 Hare, Hare 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 Rama, Rama Hare Hare Rama 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 Hare 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 Krishna, Krishna Hare Hare Krishna, Krishna 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 Krishna, Krishna Hare Hare Hare, Hare 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 Rama, Rama Hare Hare Rama Rama, Rama 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 Hare Hare करोति वाचालं पङ्कुं लङ्कयते गिरिं यत्कृपातम् अहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യ ഈശ്വരം. താങ്ക് യു മഞ്ജിമ, നന്നായിട്ട് പാടി. ഇത് ശരിക്കും നിങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ട് ഭഗവത്ഗീത ആസ് ഇറ്റ് ഇസ് എന്നുള്ള ബുക്ക്? ഭഗവത്ഗീത യഥാരൂപം എന്ന ബുക്ക്, ശ്രീല പ്രഭുപാദിന്റെ ബുക്ക് ആരുടെയൊക്കെ കയ്യിലുണ്ട്? ദേവിന്റെ കയ്യിൽ സഞ്ജനയ്ക്കുണ്ടോ? സഞ്ജനയ്ക്കുണ്ട്. ദേവിന്റെ കയ്യിൽ ഒരു ബുക്ക് ഇപ്പൊ എടുക്കുന്ന കണ്ടു. എന്തായിരുന്നു ആ ബുക്ക്? നോട്ട് ബുക്ക്. നോട്ട് ബുക്കാണ്. ആ, നോട്ട് ബുക്ക്. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് ഈ മംഗളാചാര്യൻ കൊടുത്തിട്ടുണ്ട് ആദ്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോൻ എടുത്തത് ആ ബുക്കാണെന്ന്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഈ മംഗളാചാര്യൻ കുറച്ച് ലെങ്തിയാണ് പഠിക്കാൻ. അത് നോക്കി അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കൂ. അപ്പൊ ഓരോ ദിവസവും മഞ്ജിമ പാടുമ്പം അത് നോക്കി അപ്പൊ പിടികിട്ടു എങ്ങനെ പാടണം എന്ന്. കേട്ടോ? പിന്നെ ഞാന് ഇപ്പൊ പാടിയത് മൂകം കരോതി വാചാലം എന്ന് പറഞ്ഞാൽ, മൂകം എന്ന് പറഞ്ഞ എന്താ? വർത്താനം പറയാൻ വയ്യാത്ത മൂകരായിട്ടുള്ള ആൾക്കാര് അവര് വാചാലമാക്കും. വാചാലമാക്കുക എന്ന് പറഞ്ഞാൽ ദേ വിൽ ടോക്ക് ടു മച്ച്. അത്രയും അവർക്ക് വർത്താനം പറയാനുള്ള ശേഷി കൊടുക്കും. പങ്കും ലംഘയതേ ഗിരും എന്ന് പറഞ്ഞാല് മൊടന്തി നടക്കില്ലേ, ലെയിമായിട്ടുള്ള ആൾക്കാര്, ലെയിം പീപ്പിൾ. ലെയിം പീപ്പിളിന് മൗണ്ടൻസ് ക്രോസ് ചെയ്യാൻ പറ്റും. അത്രയും കഴിവ് കൊടുക്കും. ആരാണ്? യത് കൃപാത്തം അഹം വന്ദേ. അത്രയും നമുക്ക് കൃപയുള്ള ആ വ്യക്തിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ആരാണ് ആ വ്യക്തി? ശ്രീ ഗുരുവും ദീനതാരിണം. നമ്മളുടെ ഗുരു ആണ് നമുക്ക് ഈ കഴിവ് തരുന്നത്. നമുക്ക് വർത്താനം പറയാൻ. ഇപ്പൊ ഞാൻ തന്നെ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടികളെ പഠിപ്പിച്ച് ശീലമൊന്നുമില്ല, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ആ നമുക്ക് പറയാനുള്ള ശേഷി തരുന്ന ആരാണ്? നമ്മളുടെ ഗുരു. അപ്പൊ അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ആദ്യം വന്ദിക്കണം എന്ന് പറയുന്നത്. ഗുരു ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഗുരുവിനെ വന്ദിക്കുന്ന അതിനാണ്. പിന്നെ പരമാനന്ദ മാധവം, ഭഗവാനും നമ്മളെ അനുഗ്രഹിക്കും. ശ്രീ ചൈതന്യം ഈശ്വരം. ഞാൻ പറഞ്ഞു ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശരിക്കും കൃഷ്ണന്റെ അവതാരമാണ്. നമ്മൾ പറഞ്ഞു ശബ്ദ അവതാർ എന്നൊക്കെ പറഞ്ഞ പോലെ ഭക്ത അവതാറായിട്ട് വന്നതാണ്. ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നതാണ് കൃഷ്ണൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട്.
എൻ്റെ പിള്ളേരൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് സോഷ്യൽ സ്റ്റഡീസിൽ എനിക്ക് തോന്നുന്നു 7th സ്റ്റാൻഡേർഡിലോ മറ്റോ ചൈതന്യ ഈ സങ്കീർത്തന മൂവ്മെന്റ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുണ്ടോ? ഉണ്ടല്ലേ? ആ സങ്കീർത്തന മൂവ്മെന്റ് കൊണ്ടുവന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു. അന്ന് അത് എഴുതിയിട്ടില്ലേ അതിൻ്റെ ആ ബുക്കില്? ഉണ്ടല്ലേ? സങ്കീർത്തന മൂവ്മെന്റ് ബ്രോട്ട് ബൈ ചൈതന്യ മഹാപ്രഭു എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ശരിക്കും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വന്നതാണ്. എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ വന്നു പോയി. കൃഷ്ണൻ വന്നിട്ട് കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി കൃഷ്ണൻ ഭഗവാനാണെന്ന്. വേറെ ചിലർ, ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല അത് ഭഗവാനാണെന്ന്. പിന്നെ എങ്ങനെ ഈ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നുള്ളതൊന്നും ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഭഗവാൻ തിരിച്ചു വന്നു കലിയുഗത്തിന്റെ ആദ്യമല്ല, 4500 years ആഫ്റ്റർ കലിയുഗ ഹാസ് സ്റ്റാർട്ടഡ്. ഭഗവാൻ തിരിച്ചു വന്നിട്ട് എങ്ങനെ ഭക്തി ചെയ്യണം എന്ന് കാണിച്ചു തന്നു. അങ്ങനെയാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒക്കെ ജപിക്കാൻ പറഞ്ഞത് മഹാപ്രഭുവാണ്. ഇതുണ്ട് പുരാണങ്ങളിലും ഉപനിഷത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉണ്ട്. പക്ഷെ ആരും ഇതൊന്നും വായിക്കുന്നില്ലല്ലോ കലിയുഗത്തില്. അപ്പൊ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു തന്നു ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ഈ കലിയുഗത്തിലെ മന്ത്രം. കലിയുഗത്തിന് പറഞ്ഞിരിക്കുന്ന വേ ഓഫ് വേർഷിപ്പ് എന്ന് പറയുന്നത് ചാൻറ്റിങ് ദ ഹോളി നെയിംസ് ഓഫ് ദ ലോർഡ് ആണ് എന്ന് മഹാപ്രഭു വന്നിട്ട് പറഞ്ഞു തന്നതാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങള് ഈ സത്യയുഗത്തില് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു 10,000 to 60,000 years ഒക്കെ. അതൊന്നും ഇപ്പൊ ഇമ്പോസിബിൾ ആണ്, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. പിന്നെ ത്രേതായുഗത്തില് എല്ലാരും യജ്ഞങ്ങൾ ചെയ്തു. അതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. കുറേ ടൺ കണക്കിനൊക്കെ നെയ്യും പിന്നെ ഈ വുഡും ഒക്കെ ആവശ്യമുണ്ട് ഈ യജ്ഞങ്ങൾ ചെയ്യാൻ, ഫയർ സാക്രിഫൈസ് ഒക്കെ ചെയ്യാൻ. അപ്പൊ അതൊന്നും പോസിബിൾ അല്ല ഈ കാലത്ത്. പിന്നെ ദ്വാപര യുഗത്തില് എല്ലാരും ടെമ്പിളിലൊക്കെ പോയിട്ട് ആരാധന ചെയ്യുമായിരുന്നു. അതും ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ലേസിയാണ്, ആർക്കും അമ്പലത്തിൽ പോകാനൊന്നും ഇഷ്ടമില്ല. അത് കാരണം അതും നിന്നു. അപ്പോഴ് പറഞ്ഞു, ഈ കലിയുഗത്തില് നമ്മൾ ആകെ ചെയ്യേണ്ടത് ഭഗവാന്റെ ഹോളി നെയിംസ് ജപിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കലിയുഗത്തിലെ മന്ത്രം എന്ന് പറയുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ കലിയുഗത്തിൽ ഈ ഇത്രയും നാള് 60,000 years ഒക്കെ തപസ് ചെയ്ത അവരുടെ സെയിം റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ നല്ല സിൻസിയർ ആയിട്ട് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ആ പേരുകൾ ഹരേ കൃഷ്ണ എന്നുള്ളത് നമ്മളുടെ ചെവി കൊണ്ട് കേൾക്കണം. അപ്പം നമ്മൾ വാ കൊണ്ട് പറയുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പം അതിന് സെയിം ഇഫക്റ്റ് ആസ് അത്രയും നാള് തപസ് ചെയ്തതിൻ്റെ സെയിം ഇഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ കലിയുഗത്തിൽ കുറേ ചീത്ത കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലേ? ഞാൻ പറയാറുണ്ട് ഷോർട്ട് ലിവ്ഡ്, പിന്നെ ക്വാറൽസം, ലേസി, മിസ്ഗൈഡഡ്, അൺലക്കി ആൻഡ് ഓൾവേസ് ഡിസ്റ്റർബ്ഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ഷോർട്ട് കട്ട് ഞാൻ എപ്പോഴും എങ്ങനെയാ ഇത് ഓർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് ലിവ്ഡിന് യെസ്. നിങ്ങൾക്ക് മോൻ നോട്ട്ബുക്കൊക്കെ നിങ്ങൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൊച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ പറയുന്ന എഴുതി വെക്കാം കേട്ടോ. യെസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ്, ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാറൽസം, എൽ എന്ന് പറഞ്ഞാല് SQL, എൽ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു, ലേസി. നമ്മൾ ഭയങ്കര മടിയന്മാരായി. അപ്പൊ എഴുതുകല്ലേ, എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ്. സഞ്ജന എഴുതുന്നുണ്ടോ? നോട്ട്ബുക്ക് എടുത്തിട്ടില്ലേ? ഓർത്തിട്ട് ഇനി നാളെ തൊട്ടൊരു നോട്ട്ബുക്ക് കയ്യിൽ വെച്ചോളൂ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
അപ്പൊ എസ് ഷോർട്ട് ലിവ്ഡ്, ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാറൽസം, എൽ എന്ന് പറഞ്ഞാൽ ലേസി, എം എന്ന് പറഞ്ഞാൽ മിസ്ഗൈഡഡ്, യു എന്ന് പറഞ്ഞാൽ അൺലക്കി, MU, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ്. അപ്പൊ SQL MUD. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇതാണ് കലിയുഗത്തിലെ ആൾക്കാരുടെ ക്വാളിറ്റീസ്. അവരത്രയും ഡീഗ്രേഡഡ് ആയി. പണ്ടത്തെ കാലത്തെ പോലെയല്ല, എല്ലാവരും മോശമായി. അവരുടെ ലൈഫ് സ്പാനും കുറഞ്ഞു, അങ്ങനെയാണ്. പക്ഷേ ഒരു ഗുണമുണ്ട് കലിയുഗത്തില്. ആ ഒരു ഗുണം എന്തായി ആണെന്നറിയാമോ? നമുക്ക് വെറുതെ നാമം ജപിച്ചാൽ മതി, നമുക്ക് മോക്ഷം കിട്ടും. നമുക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ പറ്റും ജസ്റ്റ് ബൈ ചാന്റിങ് ദ ഹോളി നെയിംസ് ഓഫ് ദ ലോർഡ്. എന്തെളുപ്പമായി അല്ലേ? ആരോ സംസാരിക്കുന്നുണ്ടല്ലോ. ജസ്റ്റ് ബൈ ചാന്റിങ് ദ ഹോളി നെയിംസ് നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മള് ഈ കലിയുഗം ഇത്രയും അധപ്പതിച്ചു പോയെങ്കിലും നമ്മൾക്ക് വളരെ എളുപ്പം നമുക്ക് കൃഷ്ണന്റെ അടുത്ത് ചെല്ലാൻ പറ്റും. അതാണ് ഒരു ഫേവറബിൾ തിങ് ഈ കലിയുഗത്തിൽ നമ്മൾ ജീവിച്ചത് കാരണം. പൂന്താനവും അത് പറയുന്നുണ്ട്, 4 യുഗങ്ങളിൽ. പക്ഷേ നമ്മൾ കലിയുഗത്തിലായതുകൊണ്ട് നമുക്ക് നാമം മാത്രം ജപിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പൂന്താനം പറയുന്നുണ്ട്, ഭാരത ജന്മത്തിൽ ജനിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. ഒരു പുല്ലായിട്ടെങ്കിലും വന്ന് ജനിക്കണം എന്ന് പൂന്താനം പറയുന്നു. ഏതില? ജ്ഞാനപ്പാനയില് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നോക്കിയേ, ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും ഭക്തി ഉള്ളത്. ഭക്തിയെക്കുറിച്ച് പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് മോസ്റ്റ്ലി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇപ്പൊ പക്ഷെ പ്രഭുപാദ് ആരാന്നറിയാമോ? നമ്മൾ ഇത്രയും ദിവസമായിട്ട് പ്രഭുപാദിനെ കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. ആരാണ് പ്രഭുപാദ് എന്നറിയാമോ? നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന പ്രഭുപാദിന്റെ അനുഗ്രഹം കൊണ്ടാണ്. പ്രഭുപാദ് കാരണമാണ്. ഇത്രയും സ്ക്രിപ്റ്റേഴ്സ്, ഇത്രയും മഹാഭാരതവും ഭഗവത്ഗീതയും വേറെ 18 പുരാണങ്ങള്, മഹാഭാരതം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, വേദങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും, അല്ലേ? ആരെങ്കിലും വായിച്ച് അറിവുണ്ടോ? പേരൻസോ ആരെങ്കിലും വേദങ്ങൾ വായിക്കുന്നതോ മഹാഭാരതം വായിക്കുന്നതോ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ നമുക്ക് സംസ്കൃതവും അറിയില്ല, നമുക്ക് അതിൻ്റെ അത് വായിച്ച അർത്ഥവും അറിയില്ല. പക്ഷെ പ്രഭുപാദ് എന്ത് ചെയ്തു? ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാറില്ലായിരുന്നു. 70 വയസ്സായപ്പോഴാണ് അമേരിക്കയിൽ പോയി ഈ കൃഷ്ണ കോൺഷ്യസ്നെസ് മൂവ്മെന്റ്, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോയത്. when he was 70 years old. അപ്പൊ അത്രയും വയസ്സായിട്ടും, അപ്പൊ 70 വയസ്സായാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കും, അല്ലേ? നമ്മൾ ഒന്നും ചെയ്യില്ല. പക്ഷേ പ്രഭുപാദ് അങ്ങനെയല്ല. അപ്പോഴും പോയിട്ട് അവിടെ പോയി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവിടെയൊക്കെ ഹിപ്പിമാരായിരുന്നു. ഹിപ്പീസ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസ് ഒക്കെ ഭയങ്കര റിച്ച് ആയിരുന്നു. പക്ഷെ അവർക്ക് ഈ റിച്ച്നെസ് കണ്ട് അവർക്ക് അതിലൊരു വിരക്തി തോന്നിയിട്ട് അവർക്ക് തോന്നി ഇതല്ല ലൈഫ്, വേറെ എന്തോ ആണ് ലൈഫ് എന്ന്. അത് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവർ വീടൊക്കെ വന്നിട്ട് അവർ ഡ്രഗ്സും ഒക്കെ അടിക്കാൻ തുടങ്ങി. അവർ ഡ്രഗ്സ് കഴിക്കുമ്പോൾ കുറച്ചു നേരത്തേക്കൊരു മനസ്സിൽ എന്തോ ഒരു ഹൈനെസ് കിട്ടും. അപ്പൊ ആ ഹൈനെസ് കിട്ടുമ്പോ അതാണ് ദൈവം, അതാണ് റിയൽ ലൈഫ് എന്നൊക്കെ തോന്നി അവരിങ്ങനെ ഡ്രഗ്സ് അടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആ ആൾക്കാരെ പിടിച്ച് അവരെ കൃഷ്ണൻ ആരാന്നും കൃഷ്ണ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് എന്താ ഗുണം എന്നും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവരെ വലിയ സന്യാസിമാരായി മാറ്റി ശ്രീല പ്രഭുപാദ്. എന്നിട്ട് ശ്രീല പ്രഭുപാദ് കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്.
കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതമൊക്കെ രാത്രിയിൽ ഇരുന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തു. ഈ സാൻസ്ക്രിറ്റ് ആയിട്ടുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ ഭഗവത്ഗീത നോക്കിയേ, നമ്മൾ ഓരോ ശ്ലോകം പറയുമ്പോഴും ഓരോ വാക്കിന് അർത്ഥം തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ സംസ്കൃതം നമുക്ക് വായിക്കാൻ അറിയില്ല, അപ്പൊ അത് ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. അഹം ഏയം അങ്ങനെ പറഞ്ഞ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം എഴുതി അതിൻ്റെ ട്രാൻസ്ലേഷൻ, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഒരു വിവരണവും എഴുതി, ഭാവാർത്ഥം എന്നും പറഞ്ഞുകൊണ്ട്. ഇന്ന് മഞ്ജിമ ഇട്ടിട്ടില്ലേ 10.8 ഒക്കെ ഭാവാർത്ഥം മഞ്ജിമ വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണമേ. ഞാനിപ്പോൾ കയറിയ സമയത്താണ് കണ്ടത്. അപ്പം നിങ്ങൾ അത് നോക്കണം, അത് കേൾക്കണം. അതിൻ്റെ അകത്ത് ആ ഒരു ശ്ലോകത്തിനെ കുറിച്ച് പ്രഭുപാദ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ക്ലാസ് എടുക്കുന്ന പോലെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അത്ര വലിയ ഒരു മനുഷ്യനായിരുന്നു ശ്രീല പ്രഭുപാദ്. ആ ശ്രീല പ്രഭുപാദ് കാരണമാണ് ഇപ്പൊ കൃഷ്ണൻ എന്ന് വെച്ചാൽ ആരാണ് എന്ന് ലോകം മുഴുവനും ഇപ്പൊ അറിയാം. ഇപ്പൊ എത്ര സെന്റേഴ്സ് ഉണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്. എല്ലാ കൺട്രീസിൽ പോയാലും, ലോകത്തുള്ള എല്ലാ കൺട്രീസിലും ഇപ്പം കൃഷ്ണന്റെയും രാധയുടെയും വിഗ്രഹങ്ങളുണ്ട്. അവിടെ എല്ലാ ആരാധനകൾ, ഈ എന്താ പറയുക, ആരാധന, ഈ എല്ലാ വേർഷിപ്പും ചെയ്യുന്നുണ്ട്. രാവിലെ മംഗളാരതി, എന്നിട്ട് പിന്നെ ദർശനാരതി, അങ്ങനെ. എന്നിട്ട് ഭോഗ കൊടുക്കും. ഭോഗ എന്ന് വെച്ചാൽ എല്ലാ നേരവും 3 നേരവും ആഹാരം കൊടുക്കും ഭഗവാന്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻസിനും വേറെ ഉള്ള യൂറോപ്യൻസിനൊന്നും കൃഷ്ണൻ ആരാന്ന് പോലും അറിയില്ലായിരുന്നു. അവർക്ക് ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. അങ്ങനെയുള്ളവരെ ഇതുപോലെ ആക്കിയെടുത്തു ശ്രീല പ്രഭുപാദ്. ഒരു ആള് ഈ ലോകത്തിനെ മുഴുവൻ കൺവേർട്ട് ചെയ്തു. അതാണ് ശ്രീല പ്രഭുപാദിന്റെ മഹിമ. അപ്പം ഞാൻ എന്തിനാ പറഞ്ഞു വന്നത്? ശ്രീല പ്രഭുപാദാണ് ഇതെല്ലാം നമ്മൾക്ക് തന്നത്. അപ്പൊ നമ്മള് എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ശ്രീല പ്രഭുപാദിനെ ഓർക്കണം. നമ്മുടെ ഗുരു പരമ്പരയിലെ ഏറ്റവും ഇതെല്ലാം തന്ന ഗുരുവാണ് ശ്രീല പ്രഭുപാദ്. അപ്പൊ ഇങ്ങനെ നമ്മള് ചൈതന്യ മഹാപ്രഭു ഇതുപോലെ സങ്കീർത്തന മൂവ്മെന്റ് അതെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ളത് എല്ലായിടവും ഇന്ത്യ മുഴുവനും പ്രചരിപ്പിച്ചു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇത് ഇന്ത്യയിൽ മാത്രം ഇരുന്നാ പോരാ, ലോകം മുഴുവനും പ്രചരിപ്പിക്കണം. എല്ലാ സിറ്റീസിലും വില്ലേജസിലും ടൗൺസിലും ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലായിടവും എത്തിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരുന്നു. അതാണ് ശ്രീല പ്രഭുപാദ് എല്ലാ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും റഷ്യയിൽ പോലും, റഷ്യയില് ഒക്കെ കമ്മ്യൂണിസത്തിന്റെ അങ്ങ് അറ്റമായിരുന്നു, അവിടെ പോലും പോയി പ്രചരിപ്പിച്ചു. അപ്പൊ ഇന്ത്യയിലാണ് ഈ സ്പിരിച്വൽ നോളജ് ഒക്കെ ഉള്ളത്, ഈ കൾച്ചർ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് പഠിക്കണം, എന്നിട്ട് നമ്മൾ ഇത് പ്രചരിപ്പിക്കണം. അപ്പൊ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾ ഇപ്പോഴേ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ജോലിയൊക്കെ കിട്ടിപ്പോകുന്നത് ചിലപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ വല്ലതും ആണെങ്കിൽ അവിടെയൊക്കെ ഇത് പ്രചരിപ്പിക്കണം. എല്ലാവരെയും ഒരു 10-12 പേരെ നിങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തി എല്ലാ സൺഡേയ്സും ഒക്കെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവരും കൂടെ ഇരുന്ന് ജപിച്ചിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ഒക്കെ വായിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് ഈ ലോകം മുഴുവനും കൃഷ്ണ കോൺഷ്യസ് ആക്കി മാറ്റണം. അപ്പൊ എന്താ ഗുണം?
അപ്പൊ ഈ ആരും തമ്മിലുള്ള ഫൈറ്റുകള് ഇപ്പം ചൈനയും അമേരിക്കയും അല്ലെ ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും ഇന്ത്യയും ഒക്കെ ഉള്ള ആ വോർ അല്ലെ, ഒരു കോൾഡ് വോർ ഉണ്ട്. എപ്പാ വോറ് പൊട്ടി വിടരുന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതാകും. ബിക്കോസ് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള തോന്നൽ വരും. ഇപ്പൊ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലുള്ള സന്യാസിമാരും അവിടുത്തെ ഡിവോട്ടീസ് ഒക്കെ അവരും നമ്മളുമായിട്ട് ദേ ഡോണ്ട് സീ എസ് ആസ് സെപ്പറേറ്റ്. അവരും നമ്മളെ അവരെ പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ അവരെ. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റി വരും, എല്ലാ ലോകം മുഴുവനും ഒരു യൂണിറ്റി വരും. അതിനാണ് നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ് നമ്മൾ സ്പ്രെഡ് ചെയ്യാനുള്ള അതിൻ്റെ ആവശ്യം അതാണ്. അപ്പം ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഇന്ത്യനായിട്ട് ജനിച്ച എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കൊച്ചിലെ നമ്മൾ ചെറിയ പ്രായത്തിലേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളൊക്കെ വയസ്സായി, അപ്പൊ ഇനി ഞങ്ങൾക്ക് എത്രമാത്രം സ്പ്രെഡ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചെറുപ്പമാണ്, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരും. ഭഗവാൻ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരും. എന്നിട്ട് നിങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്യണം എന്ന് പറയുകയാണ്. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച്. ഇനി പറയാണ്, ആ ഭഗവാനും നമുക്ക് കൃപ തരുന്നു. ഗുരുവും ഭഗവാനും കൃപയുണ്ടെങ്കിലേ നമുക്ക് ഇതുപോലെ വർത്താനം പറയാൻ പറ്റാത്ത മൂകരായ ആൾക്കാർ പോലും വാചാലമായിട്ട് വർത്താനം പറയാൻ തുടങ്ങും. പിന്നെ നടക്കാൻ അസുഖമുള്ളവർ പോലും മൗണ്ടൻസ് വരെയും കയറാൻ പറ്റും അവർക്ക്. എങ്ങനെയാണ്? കൃപ കൊണ്ട്, ഭഗവാന്റെയും ഗുരുവിന്റെയും കൃപയുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇന്ന് പൂതനയുടെ കഥ പറയാമെന്നാ പറഞ്ഞല്ലേ. പൂതന കഥ പറയാൻ നേരത്തെ ദേവ് നല്ലോണം ഇങ്ങനെ ഇരിക്കും കേൾക്കാൻ വേണ്ടി. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന് ജന്മമെടുത്തു അല്ലെ. എവിടെയാണ്? ജയിലില് ജന്മമെടുത്തല്ല, അവതരിച്ചു. 4 കൈയുള്ള ഒരു കുഞ്ഞായിട്ടാണ് അവതരിച്ചത് അല്ലെ. എന്നിട്ട് എല്ലാ ആഭരണങ്ങളും മഞ്ഞ പട്ടൊക്കെ ഉടുത്ത് തലയിൽ കിരീടവും മാലകളും വളകളും എല്ലാമുള്ള ശംഖ് ചക്ര പദ്മ ഗതയും എല്ലാമായിട്ടാണ് ആദ്യം ദേവകി മാതയുടെയും വസുദേവരുടെയും മുമ്പിൽ വന്നത്. എന്നിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. എന്നെ ഗോകുലത്തില് നന്ദഗോപന്റെ വീട്ടിൽ കൊണ്ടുപോയി, അവിടെ യശോദ മാതാവ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ സ്ഥലത്ത് എന്നെ ഇട്ടിട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് വരണം എന്ന് പറയും. അപ്പൊ അതുപോലെ വസുദേവര് ചെയ്ത് അപ്പൊ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരും ഈ ജയിലില്. എന്നിട്ട് കുഞ്ഞ് കരയുമ്പം ഈ അവിടുത്തെ ജയിൽ കീപ്പേഴ്സ് എല്ലാം ഓടിപ്പോയി കംസന്റെ അടുക്ക പറയും. കംസൻ ഓടി വരും. എന്നിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ എറിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് മുകളിലോട്ട് പോകും. എന്നിട്ട് പറയും, നീ എന്നെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല, നിന്നെ കൊല്ലാനുള്ള ആള് എവിടെയോ ഒരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പോകും. അപ്പം കംസന് ഒരു വിഷമം വരും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എൻ്റെ പെങ്ങളെ തന്നെ ഇങ്ങനെ ജയിലിൽ ഇട്ടല്ലോ, എന്നിട്ടൊരു പ്രയോജനം ഉണ്ടായില്ല. 8ാമത്തെ കുഞ്ഞൊരു പെൺകുഞ്ഞുമായിരുന്നു, അത് പറന്നു പോവുകയും ചെയ്തു. അപ്പൊ കംസന് വിഷമം തോന്നിയിട്ട് പറയും, ദേവകിയെയും വസുദേവരെയും റിലീസ് ചെയ്യും. ജയിലിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞ് പോകും. എന്നിട്ട് ഈ കംസന്റെ ആൾക്കാരുടെ അടുക്കലൊക്കെ, മിനിസ്റ്റേഴ്സിന്റെ അടുക്കലും ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്തു, കുഞ്ഞ് അങ്ങനെ പറന്നു പോയി, അങ്ങനെ 8ാമത്തെ കുഞ്ഞ് ആൺകുട്ടി അല്ലായിരുന്നു, എന്നെ കൊല്ലാനൊന്നും വന്നില്ല എന്നൊക്കെ പറയുമ്പം അവര് പറയും, ആ മായാദേവി, ദുർഗാദേവി ആയിരുന്നു ആ പെൺകുട്ടി.
അപ്പൊ ആ ദുർഗാദേവി പറഞ്ഞ പോലെ എവിടെയോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ആൺകുഞ്ഞ്. അത് കാരണം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു 10-15 ദിവസത്തിന്റെ അകം ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് കൊല്ലാം എന്ന് തീരുമാനിക്കും. എന്നിട്ട് കംസന് ഓരോ അസുരന്മാരെ വിടും. ഗോകുലത്തിലും എല്ലാ സ്ഥലത്തും, അതിന്റെ പ്രദേശത്തുള്ള എല്ലാ സ്ഥലത്തും ഈ ഡെമൺസിനെ വിട്ടിട്ട്, അസുരന്മാരെ വിട്ടിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പറയും. അങ്ങനെ പറഞ്ഞു വിട്ട് ഒരു അസുര, ഒരു ഡെമൺ, ഒരു വിച്ചായിരുന്നു പൂതന. ആ പൂതനെ ഗോകുലത്തിൽ വിടും. എന്നിട്ട് അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി പറയും. അപ്പം പൂതന എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ തുടങ്ങി. എന്നിട്ട് നന്ദഗോപരുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് മനസ്സിലാകുമ്പം നന്ദഗോപരുടെ വീട്ടിലും വരും. പക്ഷേ അവിടെ വിച്ചെന്ന് പറഞ്ഞാൽ വൃത്തിട്ട മുഖമൊക്കെ, ഒരു ഭയങ്കര രൂപവുമൊക്കെയാണ്. അങ്ങനെ ചെന്നാൽ അവര് അകത്ത് കയറ്റില്ല. അതുകൊണ്ട് ഒരു നല്ല സുന്ദരിയുടെ ഒരു രൂപം എടുത്തിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് അവിടെ ചെല്ലും. കുട്ടിയല്ല, ഒരു സ്ത്രീയായിട്ട് നന്ദഗോപരുടെ വീട്ടിൽ വരും. അപ്പം കൃഷ്ണൻ കൊച്ചു കുഞ്ഞാണ്, പൊടിക്കുഞ്ഞാണ്. 3 മാസം പോലും ആയിട്ടില്ല. 3 മാസമാകുമ്പോ വേറെ ഒരു ഡെമനെ കൊല്ലും. ഇതിപ്പോ 1 മാസം 1.5 മാസമൊക്കെ ആയ ഒരു കുഞ്ഞാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പം ഇത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ത്രീ വന്നപ്പം യശോദയും രോഹിണിമാതയൊക്കെ കണ്ടിട്ട് അവരെതിർത്തൊന്നുമില്ല. എന്നിട്ട് ഈ പൂതന പോയി കൃഷ്ണന്റെ തൊട്ടിലിൽ പോയി ഇങ്ങനെ നോക്കുമ്പം കൃഷ്ണൻ കണ്ണടയ്ക്കും. ഇത് കുറെ കുഞ്ഞുങ്ങളെ കൊന്ന സ്ത്രീയല്ലേ, അത് കാരണം കൃഷ്ണൻ കണ്ണടയ്ക്കും. കൃഷ്ണൻ കാണണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണൻ കണ്ണടയ്ക്കും. എന്നിട്ട് ഈ പൂതന ഈ കുഞ്ഞിനെ എടുക്കും. കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് പാല് കൊടുക്കും. പൂതനയുടെ പാല് കൊടുക്കും. അപ്പൊ പൂതന എന്താ ചെയ്തത്? പൂതന മുലയില് വിഷം പരട്ടിയിട്ടാണ് വന്നത്. എന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുമ്പം വിഷം കഴിക്കുമ്പോൾ ഉടനെ കുഞ്ഞ് മരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഈ കുഞ്ഞിനെ കണ്ട ഉടനെ പൂതനയ്ക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി, ഇത് സാധാരണ കുഞ്ഞല്ല, ഇത് ഭഗവാൻ തന്നെയാണെന്നാ തോന്നുന്നത് എന്ന് ഇങ്ങനെ പൂതനയ്ക്ക് തോന്നി. പക്ഷെ കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? നല്ല ഭംഗിയായിട്ട് പാലും കുടിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ പൂതനയുടെ ലൈഫും കൂടി എടുത്തു. ലൈഫ് എന്ന് പറഞ്ഞത് ജീവൻ തന്നെ വലിച്ചെടുത്തു. പാലിന്റെ ഒപ്പം തന്നെ ജീവനും വലിച്ചെടുത്തു. അങ്ങനെ അപ്പോഴത്തേക്കും പൂതനയ്ക്ക് ഭയങ്കര വേദന എടുക്കുകയാണ്. എന്നിട്ട് പൂതന വിടുക പറയുന്നുണ്ട്, പക്ഷെ വിടുന്നില്ല. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്നെ വിടുക എന്ന് പറയുന്നുണ്ട്, പക്ഷെ കൃഷ്ണൻ വിടുന്നില്ല. നല്ലോണം പാല് കുടിച്ചോണ്ടിരുന്നു. അങ്ങനെ പൂതന മരിച്ച് വീഴും. അപ്പം മരിച്ച് വീഴുമ്പം അത് ഈ സുന്ദരിയായിട്ടല്ല വീഴുന്നത്, ആ ഈ ഡെമണിന്റെ ശരീരത്തോടെയാണ് വീഴുന്നത്. അത് 12 കിലോമീറ്റർ ഒക്കെ ഉണ്ട്, 12 മൈലൊക്കെ നീളമുണ്ട് ഈ പൂതനയ്ക്ക്. എന്നിട്ട് അവിടെയുള്ള മരങ്ങളും ഒക്കെ വീഴും. ഈ ഇങ്ങനെ ചെരിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് മരങ്ങളുമൊക്കെ മുറിഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു വലിയ ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇങ്ങനെ പൂതന, ഒരു വലിയൊരു ഡെമണസ് ഇങ്ങനെ വീണ് കിടക്കുന്നു. അതിന്റെ മടിയിൽ ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കൃഷ്ണൻ. അപ്പൊ ഓടിപ്പോയി യശോദാദേവി കുഞ്ഞിനെ എടുക്കും. എന്നിട്ട് കുഞ്ഞിന് ദൃഷ്ടിയൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടി പശുവിന്റെ മൂത്രം വെച്ച് കുളിപ്പിക്കും. എന്നിട്ട് പശുവിന്റെ ഡങ്ങില്ലേ, ചാണകം വെച്ച് അതിനെ തളിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ശുദ്ധീകരിച്ചിട്ട് കുറെ വിഷ്ണുവിന്റെ നാമങ്ങളൊക്കെ പറയും. വിഷ്ണുവിന്റെ നാമങ്ങളൊക്കെ ജപിച്ചിട്ട് കൃഷ്ണനെ അവരെടുക്കും. എന്നിട്ട് ഈ സമയത്ത് നന്ദഗോപര് വീട്ടിലില്ല. നന്ദഗോപരും കുറച്ച് ആൾക്കാരുമായിട്ട് മധുരയിൽ പോയിരിക്കുക. മധുരയിലാണ് കംസനുള്ളത്.
അപ്പൊ എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളുടെ രാജാക്കന്മാരെല്ലാം കൊണ്ട് ഈ കംസന് കൊണ്ടുപോയി ടാക്സ് അടയ്ക്കണം, നികുതി അടയ്ക്കണം. അപ്പൊ ഈ നികുതി അടയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു നന്ദഗോപര്. അപ്പൊ അവിടെ നന്ദഗോപര് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ വസുദേവർ ഓടിച്ചെന്നു. എന്താന്ന് വെച്ചാൽ കൃഷ്ണനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി. കൃഷ്ണൻ വസുദേവരുടെ മോനല്ലേ, അതുപോലെ ബലരാമനും വസുദേവരുടെ മോൻ തന്നെയാണ് അല്ലേ. അവര് രണ്ടുപേരും നന്ദഗോപരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നുവെച്ചാൽ രോഹിണിയെ സംരക്ഷിക്കുന്നത് നന്ദഗോപരാണ്. അപ്പൊ ബലരാമനും കൃഷ്ണന്റെയും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വസുദേവർ ഓടിയെത്തും നന്ദഗോപരുടെ അടുത്ത്. എന്നിട്ട് നന്ദഗോപരൊക്കെ ചോദിക്കും, അവിടെ എല്ലാവർക്കും സുഖമല്ലേ, കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, വേഗം പൊക്കോളൂ, ടാക്സ് അടച്ചു കഴിഞ്ഞെങ്കിൽ വേഗം പൊക്കോളൂ. എന്താ വെച്ചാൽ ഗോകുലത്തില് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കംസൻ ഇങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുകയാണെന്നുള്ള വസുദേവർക്ക് അറിയാം. അതുകൊണ്ട് പറയും, നിങ്ങൾ വേഗം പൊക്കോളൂ, കുഞ്ഞുങ്ങൾക്ക് വല്ല ആപത്ത് വരുന്നതിന് മുമ്പ് പോകാൻ പറയും. അങ്ങനെ തിരിച്ച് നന്ദഗോപാലൻ എത്തുമ്പോഴത്തേക്ക് ഈ പൂതന ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കാണും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ പൂതനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറെ തടികളും ഒക്കെ വെച്ച് തീ കൊളുത്തി. മരിച്ച ബോഡി നമ്മള് ക്രിമേറ്റ് ചെയ്യില്ലേ, നമ്മള് സംസ്കരിക്കില്ലേ, അതുപോലെ ഈ ബോഡിയെ അവര് ക്രിമേറ്റ് ചെയ്യും. അപ്പൊ നല്ല മണം വരുന്നുണ്ടായിരുന്നു, നല്ല അഗർബത്തിയുടെ ഒക്കെ മണം വരുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? എന്താ വെച്ചാൽ കൃഷ്ണൻ ആ ബോഡിയിൽ കളിച്ചതല്ലേ. അപ്പൊ കൃഷ്ണന്റെ പാദം കൊണ്ട് ബോഡി ആയോണ്ട് അത് നല്ല സുഗന്ധം വന്നു. അതുപോലെ തന്നെ കൃഷ്ണൻ എത്ര ദയാലുവാണെന്ന് നോക്കിയേ, എത്ര കൃപാലുവാണെന്ന് നോക്കിയേ. കൃഷ്ണന് ഈ ഇത്രയും ദ്രോഹിച്ച പൂതനയ്ക്ക് കൊല്ലാൻ വേണ്ടി വന്നതല്ലേ കൃഷ്ണന്. പക്ഷെ കൊല്ലാൻ വേണ്ടി വന്നതാണെങ്കിലും പാല് കൊടുത്തതല്ലേ, അതുകൊണ്ട് അമ്മയുടെ സ്ഥാനം കൊടുത്തു, മോക്ഷം കൊടുത്തിട്ട് വൈകുണ്ഠത്തില് അമ്മയുടെ സ്ഥാനമാണ് കൃഷ്ണൻ കൊടുത്തത് ആ പൂതനയ്ക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൃഷ്ണനെ കൊല്ലാൻ വന്ന ഒരാൾക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കണമെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ കൃഷ്ണനെ പ്രാർത്ഥിച്ചാല് കൃഷ്ണൻ എന്താ നമുക്ക് തരുന്നത്, എന്തും തരാൻ തയ്യാറായിരിക്കും. അത്ര ദയാലുവാണ് കൃഷ്ണൻ. കൃഷ്ണന് ഒരു ശകലം പോലും നമ്മൾ എന്തെങ്കിലും കൃഷ്ണന് വേണ്ടി സർവീസ് ചെയ്താൽ അത് ഒരിക്കലും അത് ഇല്ലാതാവില്ല. അതിൻ്റെ ഫലം നമുക്ക് എന്തായാലും കിട്ടും. അതാണ് ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തില് 2nd ചാപ്റ്ററില് 40th വേഴ്സില് പറയുന്നുണ്ട്, ഒരു ചെറിയ ഉപകാരം പോലും നമുക്ക് കൃഷ്ണന് ചെയ്താല് അത് ഒരിക്കലും ഇല്ലാതായി പോകില്ല. അത് ഇങ്ങനെയാണ് പറയുന്നത്, നേഹാഭിക്രമനാശോസ്തി പ്രത്യവായൂന വിദ്യതേ സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്നുവെച്ചാൽ സ്വൽപ്പം, ഒരു ശകലം പോലും നമ്മൾ എന്തെങ്കിലും കൃഷ്ണന് വേണ്ടി ചെയ്താൽ, എന്തെങ്കിലും ധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ത്രായതേ മഹതോ ഭയാത്ത്, അത് നമ്മളുടെ വലിയ ഭയങ്ങൾ പോലും നീക്കിത്തരും എന്നാണ് പറയുന്നത്. അതിൻ്റെ പർപ്പോട്ട് എന്ന് വെച്ചാൽ ഭാവാർത്ഥത്തില് പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മൾ ഈ ജന്മം നമ്മൾ ഒരു ശകലം എന്തെങ്കിലും ചെയ്തു കൃഷ്ണന് വേണ്ടി, നമ്മൾ ഈ വെക്കേഷൻ ടൈം കൃഷ്ണന്റെ കഥ കേൾക്കാൻ വേണ്ടി യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ ജന്മം മുഴുവനും കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്യല്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നെക്സ്റ്റ് ലൈഫ് ടൈമില് നിങ്ങളപ്പോ ഈ ഇത്രയും ദിവസം നമ്മൾ കൃഷ്ണന്റെ കഥകൾ കേട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2% നമുക്ക് ഭക്തി നമ്മൾ കൃഷ്ണനെ സെർവ് ചെയ്തു അല്ലേ. നമ്മൾ കുറേ 30 വേഴ്സസ് പഠിക്കാൻ പോകുന്നു, നമ്മൾ കുറേ കൃഷ്ണ കഥകൾ കേൾക്കുന്നു, നമ്മൾ ഭഗവത്ഗീത എല്ലാം പഠിക്കുന്നു. അപ്പം നമുക്ക് ഒരു
2% നമ്മൾ ഭക്തി ഈ ജന്മം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കൃഷ്ണനെ കുറിച്ച് ആലോചിക്കാൻ ഒന്നും സമയമില്ല. നിങ്ങൾ ഓരോ വലിയ ഹയർ സ്റ്റഡീസിനൊക്കെ പോവും, അവിടെയൊക്കെ കുറേ പഠിക്കാൻ കാണും. അപ്പം നിങ്ങൾക്ക് കൃഷ്ണനെ കുറിച്ചോ അല്ലെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ സമയമില്ല, അത്രയും ബിസിയായി. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ജോലിയായി, കല്യാണമായി, മക്കളായി. അപ്പം നിങ്ങൾക്ക് പിന്നെ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാനേ അവസരം വന്നില്ല എന്നിരിക്കട്ടെ. എന്നിട്ട് അടുത്ത ജന്മമാകുമ്പം നിങ്ങൾ ഈ 2% നഷ്ടമാവുന്നില്ല. നിങ്ങൾ 3% നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇപ്പൊ പഠിച്ച അതിൻ്റെ ഗുണം നിങ്ങളുടെ കൂടെ തന്നെ കാണും. അതിനൊരു കഥയുണ്ട്. ഭരത് മഹാരാജ് എന്ന് പറഞ്ഞൊരു മഹാരാജ് ഉണ്ടായിരുന്നു. ആ മഹാരാജ് ഭയങ്കര നല്ല മഹാരാജായിരുന്നു. ആ മഹാരാജ് കാരണമാണ് ഭാരതത്തിന് ഭാരതം എന്നുള്ള പേര് കിട്ടിയത് ഈ ഭരത് മഹാരാജിന്റെ പേരിൽ നിന്നാണ്. അത്ര വലിയൊരു കേമമായ മഹാരാജായിരുന്നു. ആ മഹാരാജ് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി രാജ്യം ഉപേക്ഷിച്ചു. മക്കൾക്ക് രാജ്യം കൊടുത്തേച്ച് കാട്ടിപ്പോയി തപസ് ചെയ്യാൻ തുടങ്ങി. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാ. നമ്മള് കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വനവാസത്തിന് പോകും. നമ്മൾ വനത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കും. ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കില്ല അല്ലെ, വനങ്ങൾ തന്നെ ഇല്ലാതായി ഇപ്പം. അപ്പം ഭരത് മഹാരാജാവ് വനത്തിൽ പോയി അവിടെ തപസ് ചെയ്യാൻ തുടങ്ങി. നല്ലോണം തപസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ ഒരു നദിയുടെ കരയിലിരുന്ന് ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ലയണിന്റെ ഗർജനം കേൾക്കും, ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കും. അപ്പൊ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പം ആ ലയണ് ഒരു ഡിയറിന്റെ പുറകെ ഓടുകയാണ്. അപ്പൊ ഡിയർ മരണവെപ്രാളം എടുത്ത് ഓടുകയാണ്. ആ ഡിയർ ആണെങ്കിൽ വയറ്റിൽ ഒരു കുഞ്ഞുമുണ്ട്. അങ്ങനെ ഗർഭിണിയായ ഒരു ഡിയറിന്റെ പുറകെ ഈ ലയൺ ചേസ് ചെയ്യാണ്. അപ്പോഴേ ഈ മരണവെപ്രാളത്തില് ഈ ഡിയർ എന്ത് ചെയ്യും, ഈ നദിയിലോട്ട് ചാടും. എന്നിട്ട് നീന്താൻ അറിയോ ഡിയറിന്? നീന്താനും അറിയില്ല. അങ്ങനെ അത് വെള്ളം കുടിച്ച് മരിച്ചു പോകും. പക്ഷെ അത് മരിക്കുന്നതിന് മുമ്പ് പ്രസവിക്കും. ഒരു കൊച്ചു ഡിയർ കുഞ്ഞിനെ പ്രസവിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഭരത് മഹാരാജ് ഈ നദിയുടെ കരയിലിരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം മഹാരാജിന് ഒരു കമ്പാഷൻ തോന്നും. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ദേവാണ് എൻ്റെ മലയാളം പഠിപ്പിക്കുന്ന ആളല്ലേ. അപ്പൊ ദേവ്, ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോ എനിക്ക് മലയാളം കിട്ടാത്തപ്പം എനിക്ക് പറഞ്ഞു തരണം എന്താണെന്ന്. ഇപ്പൊ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കൃപ എന്നാണോ? കൃപ അല്ലേ? ഒരു സഹതാപം തോന്നും. അപ്പം സഹതാപം തോന്നിയിട്ട് ആ കുഞ്ഞിനെ ഡിയറിനെ ആശ്രമത്തിൽ കൊണ്ടുപോയി അതിന് പാലുമൊക്കെ കൊടുക്കും. അങ്ങനെ അതിനെ നടക്കാനൊക്കെ പഠിപ്പിച്ച് അങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും അതിനെ കളിപ്പിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കും. അതിനെ വേറെ വന്യമൃഗങ്ങളൊന്നും കടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ ആയി ഈ ഭരത് മഹാരാജ് ഓസ്റ്ററിറ്റി ഈ തപസ് ചെയ്യാൻ മറന്നു പോകും. ഈ ഡിയറിന്റെ പുറകെ തന്നെ നടക്കും. ആ ഡിയറ് എവിടെയെങ്കിലും കളിച്ച് പോയി കഴിഞ്ഞാൽ ആകെ വെപ്രാളം. അത് തിരിച്ചു വരുന്നിടം വരെയും ഈ മഹാരാജിന് ഭരത് മുനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. എന്ത് പറ്റി, അതെപ്പ വരും എന്ന് നോക്കിയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ പേരൻസ് ഒക്കെ ഇപ്പൊ ലേറ്റ് ആയിട്ട് വരുമ്പോ അവർക്ക് ഭയങ്കര ടെൻഷൻ ആവില്ലേ? എന്താ വരാത്തത്, സ്കൂളിൽ നിന്ന് വിട്ടല്ലോ, സ്കൂള് വിട്ടിട്ട് 1 മണിക്കൂറായല്ലോ, എന്നിട്ട് എന്താ വരാത്തതെന്ന് ഇങ്ങനെ പേടിക്കില്ലേ അമ്മയച്ഛനും? അതുപോലെ ഈ ഭരത് മഹാരാജിന് ഈ ഡിയറിൻ വന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാകും. അങ്ങനെ ആയി ഒടുക്കം തപശ്ചര്യയൊക്കെ നീക്കി വെച്ചേച്ച് ഈ ഡിയറിന്റെ പുറകെ തന്നെയാണ് എപ്പോഴും. എന്നിട്ട് എന്തു പറ്റി അവസാനം? ഭരത് മഹാരാജ് മരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ 8 പോയിന്റ്സ്
6 പറയും, നിങ്ങൾ മരിക്കുന്ന വേളയിൽ എന്ത് ചിന്തിക്കുന്നോ അടുത്ത ജന്മം അതായിട്ട് തീരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം മഹാരാജ്, ഈ ഭരത് മഹാരാജ് അല്ല, ഇപ്പം ഭരത് ഋഷിയാണ്, മുനിയാണ്. ആ മുനി മരിക്കുന്ന സമയത്ത് ഈ ഡിയറിനെ കുറിച്ച് ചിന്തിച്ചോണ്ടാണ് മരിച്ചത്. അപ്പൊ അടുത്ത ജന്മം ഒരു ഡിയറായിട്ട് ജനിച്ചു. പക്ഷേലോ അപ്പോഴും ഭഗവാൻ എന്ത് ചെയ്തു? അത്രയും തപശ്ചര്യയൊക്കെ ചെയ്തതല്ലേ. അപ്പൊ അതിന്റെ ഗുണം ആ ഡിയറായിട്ടും അതിന് ഉണ്ടായിരുന്നു. അത് കാരണം ഈ ഡിയറിന് ഓർമ്മ വന്നു, ഓ കഴിഞ്ഞ ജന്മം ഞാൻ ഇങ്ങനെ ഒരു മുനിയായിരുന്നു, എന്നിട്ട് ഞാനൊരു ഒരു മാൻപേടെ ഒരു മാൻ കുഞ്ഞിന്റെ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ കൂടെ നടന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയത്. അപ്പൊ ഈ ജന്മം ഞാന് നല്ലോണം യൂട്ടിലൈസ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് അത് ഈ മുനിമാരൊക്കെ ഉള്ള സ്ഥലത്ത് എപ്പോഴും അവിടെ പോയി ആ മുനിമാരൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ കേട്ടോണ്ടൊക്കെ കഴിയുമായിരുന്നു. അങ്ങനെ അടുത്ത ജന്മമാകുമ്പം ഈ ഭരത് മഹാരാജ്, ഹു വാസ് എ ഡിയർ ഇൻ ദ നെക്സ്റ്റ് ലൈഫ്, ഹി ബിക്കെയിം ജഡഭരത് എന്നുള്ള പേരില് ഒരു വലിയ ഭക്തനായി തീരും. എന്നിട്ട് ഈ ജഡഭരതനും ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ ഭരത് മഹാരാജാവ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഡിയറായി എന്നൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. അത് കാരണം ഹി വാസ് വെരി കെയർഫുൾ. ഞാൻ ഒന്നിലും അറ്റാച്ച്ഡ് ആവല്, എന്നാലേ എനിക്ക് തിരിച്ച് ഭഗവാന്റെ അടുക്കൽ എത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരു മൂകനെ പോലെ, ഒരു ഡംബാളെ പോലെയൊക്കെ ഇങ്ങനെ ഒരു പ്രാന്തനാണെന്നൊക്കെ അഭിനയിക്കുമായിരുന്നു. എന്നിട്ട് ആരോടും അത് മിണ്ടാതെയൊക്കെ നടക്കുമായിരുന്നു, ഒരു പ്രാന്തനെ പോലെ നടക്കുമായിരുന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വന്നത്? നമ്മൾ ഒരു സ്വല്പം പോലും നമ്മൾ എന്തെങ്കിലും ഭഗവാനെ സർവീസ് ചെയ്താൽ അത് നമുക്ക് എല്ലാ ജന്മവും അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പൊ തന്നെ നമ്മളെല്ലാരും ഇങ്ങനെ ഇവിടെ കൂടിയിരുന്ന് ഈ കൃഷ്ണകഥ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ ജന്മം എന്തോ നല്ലത് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ മഞ്ജിമയുടെ അമ്മ എത്ര പേരോട് പറഞ്ഞു എന്നറിയാമോ, ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ നടത്താൻ പോകുന്നു, അത് കാരണം എല്ലാരും വന്ന് അറ്റൻഡ് ചെയ്യൂ എന്നെല്ലാം പറഞ്ഞിട്ട്. നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 12 പേര്. 12 പേര്, അത്രയും പേരേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാ ബാക്കിയുള്ളവരൊന്നും വരാത്തത്? എന്താന്ന് വെച്ചാൽ അവർക്ക് സമയമായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ജന്മം നമ്മൾ പുണ്യം എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കൃഷ്ണകഥ കേൾക്കാൻ പറ്റുള്ളൂ. ആ രത്നാകരൻ എന്ന് പറഞ്ഞ ആൾക്ക് രാമ എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നു, അത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആളായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് മര എന്ന് പറയാൻ പറഞ്ഞത്. അതുപോലെ നമ്മൾക്ക് ഈ കൃഷ്ണന്റെ കഥ കേൾക്കണമെങ്കിൽ പോലും നമുക്ക് പുണ്യം ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ആ പുണ്യം കണ്ടോ, കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യം അതോടെ അവസാനിച്ചില്ല, ഈ ജന്മം അത് ക്യാരി ഫോർവേഡ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ ജന്മം ഈ കൃഷ്ണകഥ കേൾക്കാനുള്ള ഒരു മനസ്സ് വന്നത്. ഇപ്പൊ ഈ കൃഷ്ണകഥയും കൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ കഴിഞ്ഞ ജന്മം 1% ആണെങ്കിൽ ഈ ജന്മം നമ്മളുടേത് 2% ആയി. എന്നിട്ട് ഇനി അടുത്ത ജന്മമാകുമ്പം നമുക്ക് ഇനിയും ഒരു ഇൻട്രസ്റ്റ് കൂടും. എന്നിട്ട് അത് 3%, 4%, അങ്ങനെ 100% ആകുന്ന ജന്മം നമ്മൾ കൃഷ്ണ ലോകത്തിലേക്ക് പോകും, കൃഷ്ണന്റെ അടുത്ത് ചെല്ലും. ഇപ്പൊ തന്നെ മഞ്ജിമ എന്ത് ഭാവത്തോടെയാണെന്നറിയാം ഇന്ന് ജപിച്ചത്, ഇന്ന് ശ്ലോകം ചൊല്ലിയത്. ആ ഭാവം നമുക്ക് വരണമെങ്കിൽ നമുക്ക് അത്രയും കൃഷ്ണനോട് സ്നേഹമുണ്ടെങ്കിലേ, നമുക്ക് കൃഷ്ണനോട് സ്നേഹം വന്നാലേ നമുക്ക് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ ഇങ്ങനെ പറയും, അഹം സർവസ്യ പ്രഭവോ മധ്യപ്രഭവോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾക്ക് അത് ഭാവത്തോടെ ചൊല്ലാൻ പറ്റില്ല. ആ ഭാവത്തോടെ ചൊല്ലണമെങ്കിൽ നമുക്ക് കൃഷ്ണനെ സ്നേഹിക്കണം. കൃഷ്ണനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭാവം വരുള്ളൂ. എങ്ങനെ കൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റും? ഇത് പാടി തന്നെ.
ഈ കൃഷ്ണന്റെ നാമങ്ങൾ ജപിച്ച് 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 നമ്മൾ ഈ ശ്ലോകങ്ങൾ ചൊല്ലി 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 നമ്മൾക്ക് ഭാവം വരും, നമുക്ക് കൃഷ്ണനോട് ഭക്തി വരും. ഇന്ന് നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ, എന്നാലും നമുക്ക് പുരോഗമിക്കണമെങ്കിൽ നമുക്ക് ഈ ശ്രീമദ് ഭാഗവതം ആരാണ് എഴുതിയതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു അല്ലെ, വ്യാസദേവനായിരുന്നു. എന്നിട്ട് അതിൻ്റെ സാഹചര്യവും ഞാൻ പറഞ്ഞു. വ്യാസദേവൻ 18 പുരാണങ്ങളും മഹാഭാരതവും വേദങ്ങളെയൊക്കെ ഡിവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും വ്യാസദേവന് സന്തോഷം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കണം എന്ന് ചിന്തിച്ചപ്പം ഭഗവാന് തോന്നി, വ്യാസദേവൻ എന്ന് പറയുന്ന കൃഷ്ണന്റെ തന്നെ ഒരു അംശമാണ്. കൃഷ്ണന്റെ ലിറ്റററി ഇൻകാർണേഷനാണെന്ന് ഞാൻ പറഞ്ഞു. എഴുതാൻ വേണ്ടി എടുത്ത ഒരു ഇൻകാർണേഷനാണ്, ഒരു അവതാരമാണ്. അപ്പം വ്യാസദേവൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വ്യാസദേവന് മനസ്സിലായി, ഞാൻ ഭഗവാനെ കുറിച്ച് വേണ്ടുവോളം ഞാൻ ഗ്ലോറിഫൈ ചെയ്തില്ല എൻ്റെ പുസ്തകങ്ങളിൽ. അപ്പൊ ആ സമയത്ത് നാരദമുനിയും അവിടെ വരും. വ്യാസദേവന്റെ ഗുരുവായ നാരദ മുനിയും അവിടെ വന്നിട്ട് നാരദ മുനിയും പറയും വ്യാസദേവന്റെ അടുക്കൽ, നീ ഇത്രയും എഴുതിയതൊക്കെ വളരെ കേമം തന്നെയാണ്, നീ എന്നാലും നീ വേണ്ടുവോളം നീ കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്തില്ലാത്ത കൊണ്ട് നീ വേറൊരു പുരാണം എഴുത്, ശ്രീമദ് ഭാഗവതം എഴുത്. അതിൻ്റെ അകത്ത് നീ വേണ്ടുവോളം it should be full of എന്തൊക്കെയാണ് ഗ്ലോറീസ് ഓഫ് കൃഷ്ണ, കൃഷ്ണന്റെ ഡിവോട്ടീസ്, ഭക്തന്മാരെ, പിന്നെ ഭക്തിയെക്കുറിച്ചും നീ മുഴുവനും എഴുതാൻ പറയും. അങ്ങനെയാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചത്. എന്നിട്ട് വ്യാസദേവന് അത് മകനായ ശുകദേവ് ഗോസ്വാമിക്ക് അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ ശുകദേവ് ഗോസ്വാമിയാണ് പരീക്ഷിത് മഹാരാജിന്റെ അടുക്കല് ഈ കഥയെല്ലാം പറഞ്ഞു കൊടുത്തത്. അപ്പൊ നമ്മൾക്ക് അറിയണം ആരാണ് ശുകദേവ് ഗോസ്വാമി, ആരാണ് ഈ പരീക്ഷിത് മഹാരാജ്. അപ്പൊ ഇന്ന് നമുക്ക് അത് നോക്കാം. രണ്ടുപേരെ കുറിച്ചും പറയാൻ പറ്റുമോ എന്നറിയില്ല, ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ 9 ആകാൻ. അപ്പം ശുകദേവ് ഗോസ്വാമി, ശുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം തത്തയാണ്, തത്ത, പാരറ്റ്. പാരറ്റിനെയാണ് ശുക എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പൊ ഈ ശുകദേവ് ഗോസ്വാമി എന്ന് പറയുന്നത് ശരിക്കും രാധാറാണിയുടെ തത്തമ്മയെ, ആ തത്തമ്മയും അയന മ്യൂട്ട് ചെയ്യുമോ അയന? അപ്പം ഈ തത്തമ്മ ഈ കൃഷ്ണൻ ഈ ഭൂലോകത്തിൽ വന്ന് ഓരോ ലീലകളൊക്കെ ആടിക്കഴിഞ്ഞിട്ട് തിരിച്ചു പോവുമായിരുന്നു കൃഷ്ണലോകത്തിലേക്ക്. അപ്പൊ കൃഷ്ണൻ പോയി കഴിഞ്ഞപ്പം രാധയും ഗോപികമാരാണ്, രാധ ഒരു ഗോപികയാണ്. അപ്പം ഈ രാധയും എല്ലാം തിരിച്ച് കൃഷ്ണലോകത്ത് പോകാൻ നേരത്തെ ഈ തത്തയുടെ അടുക്ക പറയും, നീ ഈ ഭൂമിയിൽ ഇരുന്നിട്ട് നീ കൃഷ്ണന്റെ കഥകളും എല്ലാം സ്പ്രെഡ് ചെയ്യാൻ പറയും. അപ്പൊ തത്തമ്മയ്ക്ക് രാധയെ വിട്ടു പോകാൻ പറ്റില്ല, രാധയെ ഭയങ്കര ഇഷ്ടം. അപ്പൊ പറയും, വേണ്ട, എനിക്ക് രാധയുടെ കൂടെ തന്നെ വരണം എന്ന് പറയും. ഇല്ല ഇല്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കാണ്, എവിടെയൊക്കെ കൃഷ്ണ കഥ നടക്കുന്നോ അവിടെ നീ ചെല്ലുമ്പോ നിനക്ക് എന്നിൽ നിന്നുള്ള സെപ്പറേഷൻ നിനക്ക് തോന്നില്ല. സെപ്പറേഷൻ എന്ന് പറഞ്ഞാ സെപ്പറേഷൻ എന്ന് പറഞ്ഞാ വിരഹം അല്ലേ, വിരഹമല്ലേ സെപ്പറേഷൻ. അപ്പൊ ആ വിരഹം തോന്നില്ല. അപ്പൊ നീ ധൈര്യമായിട്ട് നീ ഇവിടെ ഇരിക്കുക, നീ എന്നിട്ട് കൃഷ്ണന്റെ കഥകള് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, ലോകം മുഴുവനും കൃഷ്ണ കഥ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞേച്ച് പോകും. അപ്പം രാധാറാണി തിരിച്ചു പോകും കൃഷ്ണലോകത്ത്. അപ്പൊ ഈ തത്തമ്മ എവിടെ കൃഷ്ണകഥ കേൾക്കാം എന്നാ വെച്ചാൽ ഭയങ്കര വിരഹം തോന്നുന്നു രാധാറാണിയായിട്ട്. അപ്പൊ രാധാറാണിയെ മിസ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി എവിടെ കൃഷ്ണകഥയുണ്ടെന്നും പറഞ്ഞ് പറന്ന് നടക്കുമ്പം കൈലാസത്ത് ശിവദേവന് പാർവതിയുടെ അടുക്കല് കൃഷ്ണകഥ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കും. അപ്പൊ ഭയങ്കര സന്തോഷമാവും.
അപ്പം ശിവൻ ഇരിക്കുന്ന ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ മരത്തിന്റെ മുകളില് ഈ തത്തമ്മ ഒളിഞ്ഞിരുന്ന് കേൾക്കും. അപ്പം ശിവൻ ഇങ്ങനെ കഥ പറയുമ്പം പാർവതി ശരി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം കൃഷ്ണൻ ശിവനാണെങ്കിൽ അതിൽ ലയിച്ചിരുന്ന് കഥ പറയുക, കണ്ണൊക്കെ അടച്ചിരുന്ന് ഇങ്ങനെ കൃഷ്ണന്റെ ഓരോ വികൃതികളും കൊച്ചിലേ ഉള്ള ഓരോ അസുരരെ കൊല്ലുന്നതും പൂതനെ കൊല്ലുന്ന കഥയും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പാർവതി ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ പാർവതി ഉറങ്ങിപ്പോയി. അപ്പം പറയുന്നില്ല, ഉറങ്ങിയില്ലേ. അപ്പോഴ് ഈ തത്തമ്മയ്ക്ക് പേടിയാകും, ഇനി ഈ ശബ്ദം കേൾക്കാതെ വന്നാല് ശിവൻ കണ്ണു തുറന്നാലോ, അപ്പം കഥ നിർത്തില്ലേ, പാർവതി കേൾക്കുന്നില്ല, അപ്പൊ പിന്നെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ശിവൻ നിർത്തുമോ എന്ന് പേടിച്ചിട്ട് ഈ തത്തമ്മ പറയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ശിവൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തത്തമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും. ആണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ കഥ പറഞ്ഞ് തീരാറായപ്പോഴത്തേക്കും പാർവതി പിന്നെയും ഉണരും. എന്നിട്ട് ശിവൻ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പാർവതിയുടെ അടുക്ക ചോദിക്കും, ഇഷ്ടപ്പെട്ടോ കഥ എന്ന് ചോദിക്കും. അപ്പൊ പാർവതി പറയും, അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി ഇടയ്ക്ക് വെച്ച്, ഞാൻ കുറെ ഒന്നും കേട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ പറയും, നീ പറയുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ വേറെ ആരോ ഇത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ എല്ലായിടവും നോക്കും, ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്ന്. അപ്പൊ ഈ തത്തമ്മയെ കാണും. അപ്പൊ ഇത് വളരെ ഈ ലീലകൾ ചുമ്മാ ആർക്കെങ്കിലും കേട്ടാല് അവര് തെറ്റായ അർത്ഥമെടുക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ലോകത്തിലുള്ള എൻ്റെ കൂട്ടുകാരുടെ അടുക്കലൊക്കെ ഞാൻ ഈ കൃഷ്ണന്റെ കഥകൾ പറയുമ്പോ, നിങ്ങളുടെ കൃഷ്ണൻ എന്താ ഈ കട്ട് തിന്നുകയല്ലായിരുന്നോ, വെണ്ണയൊക്കെ കട്ട് തിന്നോണ്ടിരുന്ന ആളല്ലേ, പിന്നെ ഗോപിമാരുടെയൊക്കെ ഉടുപ്പ് വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി പാത്ത് വെച്ച ആളല്ലേ എന്നൊക്കെ പറയും. അവരൊക്കെ കളിയാക്കും കൃഷ്ണൻ. അപ്പം അത് ആക്കിയ അത് കേട്ടാൽ മനസ്സിലാക്കാത്തവരുടെ അടുത്ത് ഈ കഥ പറഞ്ഞാല് അവര് വേറെ അർത്ഥമെടുക്കും. അതുകൊണ്ടാണ് കൃഷ്ണകഥയൊക്കെ വളരെ കോൺഫിഡൻഷ്യലാണ്. അത് ശരിക്കും എല്ലാവരുടെ അടുക്കലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ കൊള്ളില്ല. എന്താന്ന് വെച്ചാൽ അവരെല്ലാം തെറ്റിദ്ധരിക്കും അത്. അപ്പം ശിവനും മനസ്സിൽ വിചാരിക്കും, ഓ ഇത് വേറെ ഇങ്ങനെ അറിയില്ലാത്ത ഈ തത്തയെ പോലെ, തത്തയ്ക്കൊക്കെ എന്ത് വിവരമുണ്ടല്ലേ. അപ്പൊ ഈ തത്ത ഇങ്ങനെ പറയുമല്ലോ, കേൾക്കുന്ന എല്ലാം പറയൂ അല്ലേ. തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ അതും പറയൂ അല്ലേ, തത്തമ്മ പൂച്ച പൂച്ച എന്ന്. അതുപോലെ ഈ കഥയെല്ലാം ചെന്ന് അർഹിക്കാത്ത ആൾക്കാരുടെ അടുക്കലൊക്കെ ചെന്ന് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഈ തൃശൂലം ഇല്ലേ ശിവന്, ആ തൃശൂലവും എടുത്തോണ്ട് അതിന്റെ പുറകെ ഓടും. അപ്പൊ ഈ തത്തമ്മ പറന്ന് പോയി എത്തുന്ന എവിടെയാ, വ്യാസഭഗവാന്റെ ആശ്രമത്തിലാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴോ വ്യാസഭഗവാന്റെ ഭാര്യയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കുക, കൃഷ്ണ കഥ. അപ്പൊ ഭയങ്കര സന്തോഷമായി ഈ തത്തമ്മയ്ക്ക്. ശുഗൻ എന്നായിരുന്നു പേര്. അപ്പൊ ശുഗന് ഭയങ്കര സന്തോഷമാവും കഥ കേൾക്കാൻ. അപ്പോഴത്തേക്ക് ഈ അമ്മയും വ്യാസദേവന്റെ ഭാര്യയും ഉറക്കം വരുന്നു. അപ്പം ഇങ്ങനെ കോട്ടോ ഇടും, ആന്ന് ഇല്ലേ, കോട്ടോ ഇടുമ്പോ നമ്മൾ ആന്ന് പറയില്ലേ, പാന്ന് പറയുമ്പോഴത്തേക്കും ശുഗൻ എന്ത് ചെയ്യും, വായിൻ്റെ അകത്തോട്ട് കയറിപ്പോകും. എന്നിട്ട് ശുഗദേവൻ ഈ വ്യാസദേവന്റെ ഭാര്യയുടെ വയറ്റില് പോയിരിക്കും. അപ്പൊ പുറകെ ശിവൻ വരുന്നുണ്ട് അല്ലേ. ശിവൻ ഈ തൃശൂലവുമായിട്ട് ഓടി വരും വ്യാസദേവന്റെ അടുക്ക. ഇവിടെ എങ്ങാനും ഒരു തത്തമ്മ പറന്നു വരുന്ന കണ്ടോ എന്ന് ചോദിച്ചോണ്ട്. അപ്പം എന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ സംഭവം നടന്നു എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, വ്യാസദേവൻ പറയും, ഇങ്ങനെ ഒരു കൃഷ്ണന്റെ കഥ കേട്ടാല് അവർക്ക് മരണമില്ല എന്നല്ലേ പറയുന്നത്. അപ്പം നീ എന്തിനാ വെറുതെ, ഭഗവാൻ എന്തിനാ വെറുതെ അതിന്റെ പുറകെ നടക്കുന്നത് എന്ന് പറയും. അപ്പൊ ശിവൻ തിരിച്ചു പോകും. എന്നിട്ട് ശുഗദേവന് വയറ്റില് ഒരു കുഞ്ഞായിട്ട് ഈ വ്യാസഭഗവാന്റെ ഭാര്യയുടെ വയറ്റിൽ ഒരു കുഞ്ഞായിട്ട് വളരും. എന്നിട്ട്
നമ്മളൊക്കെ കുഞ്ഞുങ്ങൾ 9 മാസം ആവുമ്പോ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വരും അല്ലേ? പക്ഷെ ഈ കുഞ്ഞ് 9 മാസമല്ല, 1 കൊല്ലമായി, 2 കൊല്ലമായി, 3 കൊല്ലമായി, 4 കൊല്ലമായി, 16 കൊല്ലമായിട്ടും ഇറങ്ങി വരില്ല. എന്നിട്ട് ഈ അമ്മയ്ക്ക് ഭയങ്കര വയറ് വേദനിക്കുന്നു. എന്താ വെച്ചാൽ വലിയ കുഞ്ഞായില്ലേ, 16 വയസ്സായ ഒരു കുഞ്ഞായില്ലേ. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് വയറ് വേദനിക്കുന്നു. അപ്പൊ വ്യാസദേവൻ പറയും, എന്റെ മോനെ ഒന്ന് ഇറങ്ങി വാ, നിന്റെ അമ്മയ്ക്ക് വിഷമമാണ്, അതുകൊണ്ട് ഇറങ്ങി വാന്ന് പറയും. അപ്പൊ ഇല്ല, ഞാൻ വരില്ല. എന്താ വെച്ചാൽ മായ എന്നെ പിടിക്കും. മായ എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അതിൽ ഭ്രമിച്ചു പോകും. പിന്നെ ഞാൻ ഭഗവാനെ ഓർക്കില്ല, ഞാൻ രാധാറാണിയെ ഓർക്കാതെ പോകും. അതുകൊണ്ട് എനിക്ക് ഇറങ്ങി വരണ്ട എന്ന് പറയും. എന്നിട്ട് വ്യാസഭഗവാൻ പറയുന്ന കേൾക്കാഞ്ഞിട്ട് കൃഷ്ണനെ കൊണ്ടുവരും വ്യാസൻ. എന്നിട്ട് കൃഷ്ണ ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കും, നീ വാ, മായ നിന്നെ പിടിക്കില്ല, നീ വാ എന്ന് പറയും. എന്നിട്ട് പറയും, ഒരു കടുക് മണി, ഒരു കടുക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മസ്റ്റേർഡ് സീഡ്, ഒരു മസ്റ്റേർഡ് സീഡ്, ഒരു ഹോൺ, ഒരു കൗവിന്റെ ഹോണ്, ഒരു ഹോണിന്റെ അറ്റത്ത് ഞാൻ ഈ മസ്റ്റേർഡ് സീഡ് വെക്കും. അത് താഴെ വീഴുന്നതിന്റെ ആ ഒരു ഇടസമയം, ജസ്റ്റ് ബിഫോർ ഇറ്റ് ഫോൾസ് ഡൗൺ, ആ ഒരു സമയം നീ വേഗം ഇറങ്ങി വാ, അപ്പൊ നിന്നെ മായ പിടിക്കില്ല. നീ ആ കടുക് വീണ് കഴിഞ്ഞിട്ടാ ഇറങ്ങി വരുന്നെന്ന് വെച്ചാൽ മായ നിന്നെ പിടിക്കും. അപ്പൊ മായ പിടിക്കാതിരിക്കണമെങ്കിൽ ഈ കടുക് മണി താഴെ വീഴുന്നതിന് മുമ്പ് നീ ഇറങ്ങി വരാൻ പറയും. വിനോനോ, അതൊരു പോയിന്റ് പോലെയാണ് ഇരിക്കുന്നത് ഈ ഹോണ്. ആ ഹോണിന്റെ മുകളിൽ ഈ കടുകുമണി വെച്ചിരിക്കുകയാണ്. അത് അപ്പൊ തന്നെ വീഴും അല്ലേ? അപ്പൊ ആ ഒരു ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അത് അവിടെ ഇരിക്കുന്ന ആ സമയം കൊണ്ട് ശുകദേവ് ഗോസ്വാമി വേഗം അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് എന്ത് ചെയ്യും ശുകദേവ് ഗോസ്വാമി? ഈ അമ്മയും അച്ഛനും ഒക്കെ മോനെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് ആ ഭ്രമിച്ചു പോകും അല്ലെ? അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം ഒക്കെ കൊണ്ട് ഭ്രമിച്ചു പോകാതിരിക്കാൻ ആ ജനിച്ച പാടെ ഇറങ്ങി നടക്കും, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് കാട്ടിപ്പോയി തപസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശുകദേവ് ഗോസ്വാമി. ആ ശുകദേവ് ഗോസ്വാമി ഇങ്ങനെ കാട്ടിക്കൂടിയൊക്കെ നടക്കുമ്പോ ഈ വ്യാസദേവന് ഭയങ്കര സങ്കടമാവും ഇങ്ങനെ മോൻ പോയതില്. എന്നിട്ട് വ്യാസദേവന്റെ കുറെ ഡിസൈപ്പിൾസ് ഉണ്ട് വ്യാസദേവന്. ഡിസൈപ്പിൾസ് എന്ന് വെച്ചാൽ അറിയില്ലേ? പറഞ്ഞേ ദേവ്. ഡിസൈപ്പിൾസ് എന്ന് വെച്ചാൽ ശിഷ്യന്മാര്. അപ്പൊ കുറെ ശിഷ്യന്മാരുണ്ട്. അപ്പൊ ആ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ വനത്തിലൊക്കെ ഇങ്ങനെ ശ്രീമദ് ഭാഗവതം ബാക്കിയുള്ള ശിഷ്യന്മാരെയൊക്കെ വ്യാസദേവൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കാട്ടിക്കുടി ശുകദേവ് ഗോസ്വാമി ഇങ്ങനെ നടന്നു പോകുമ്പം ഈ വ്യാസദേവന്റെ കുറച്ച് ശിഷ്യന്മാര് അവിടെ ഇരുന്ന് 2 ശ്ലോകങ്ങൾ പാടുന്ന കേൾക്കും. ആ 2 ശ്ലോകങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ തരും. അത് കുറച്ച് പാടാണ് പഠിക്കാൻ, പക്ഷെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അതിൽ ഒന്നാണ് ഈ പൂതനെ കുറിച്ച് പാടുകയാണ്. അത് പറയുന്നത് എന്താന്ന് വെച്ചാല്, കൃഷ്ണൻ എത്ര കൃപാലുവാണ്. ഈ ഡെമൺ, ഈ പൂതന വന്ന് കൃഷ്ണനെ കൊല്ലാൻ വന്ന മോളുടെ അനിയത്തിയല്ലേ അത്? കേൾക്കുകയാണോ മാളവികയും? അതിപ്പോ ഒരു അടുത്ത വീട്ടിലൊരു കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ അടുത്ത് കളിച്ചിട്ട് വന്ന് ഇവിടെ എന്റെ അടുത്ത് ഇരിക്കുവായിരുന്നു. അത് ശരി. അപ്പം ഈ ഇത്രയും ഭയങ്കരിയായ പൂതനെ പോലും, കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വന്ന പൂതനെ പോലും കൊന്നു കഴിഞ്ഞിട്ട് അതിന് മോക്ഷം കൊടുത്തു. ആരായിട്ട്? അമ്മ. ഒരു ധാത്രി എന്നാണ് പറയുന്നത്. ധാത്രി എന്ന് പറഞ്ഞാല് നേഴ്സ് എന്നാണ് അർത്ഥം. നേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അറിയാമോ? എനിക്കറിയായിരുന്നു, ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഇന്ന് പറയാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഒരു നേഴ്സിന്റെ സ്ഥാനം കൊടുക്കും. അപ്പൊ എത്ര ഇതിനേക്കാളും ദയാലുവായിട്ട് ഒരു
ആളെ കാണാൻ കിട്ടുമോ എന്ന് ചോദിക്കുന്ന പാട്ടാണത്, ശ്ലോകമാണത്. അഹോ ബഹീകം അഹോ ബഹീയം സ്തനകാലകൂടം ജിഗാംസായാപായയത് അപി അസാധ്വി ലബേ ഗതിം ദാത്രി ഉചിതം തതോ അന്യം കം വാ ദയാലും ശരണം വ്രജേമ എന്ന്. ഇതിനേക്കാൾ അപ്പുറം ദയാലുവായ ഒരു ആളെ ഇനി കാണാൻ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് ആ ശ്ലോകത്തില്. അത് കഴിയുമ്പം അത് കൃഷ്ണന്റെ നേച്ചർ, കൃഷ്ണന്റെ ക്വാളിറ്റിയാണ് അല്ലേ. ഹി ഈസ് വെരി മേഴ്സിഫുൾ, ദയാലുവാണ് എന്നുള്ളത് കൃഷ്ണന്റെ ക്വാളിറ്റിയാണ്. പിന്നെ വേറൊരു ശ്ലോകം കൂടെ പാടും, അത് കൃഷ്ണന്റെ ബ്യൂട്ടിയെ കുറിച്ച് പറയുന്നതാണ്. ബർഹാവപീഠം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ട്. അത് കൃഷ്ണൻ ഗോപകുമാരന്മാരുമായിട്ട് എല്ലാ ഗോപന്മാരുമായിട്ട് വനത്തിൽ പോയി അവർ ഈ പശുക്കളെയൊക്കെ മേയ്ക്കുന്ന സമയത്ത് അവർ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കാതിലൊക്കെ കർണികാര പൂവുമൊക്കെ വെക്കും. എന്നിട്ട് നല്ല മാലയൊക്കെ, പൂമാലയൊക്കെ അണിയും, പൂവ് കൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കി അതൊക്കെ അണിഞ്ഞ് തലയിലൊരു പീകോക്ക് ഫെദറും ഒക്കെ വെച്ച് ഒരു ഫ്ലൂട്ടും ഒക്കെ വെച്ച് പാടിക്കൊണ്ട് പശുവിൻ്റെ ഒക്കെ കൂടെ പോകുന്നു എന്ന് പറയുന്ന ഒരു പാട്ടാണ്. ഇത് രണ്ടും കേൾക്കുമ്പം ശുകദേവ് ഗോസ്വാമി അവരോട് ചോദിക്കും, ഇത് എവിടെ നിന്നുള്ള പാട്ടാണ്, നിങ്ങൾ എവിടെ നിന്നാ പാടുന്നത്, ഇത് ആര് പറഞ്ഞു തന്നാ നിങ്ങൾക്ക് എന്ന് പറയും. അപ്പൊ പറയും, ഞങ്ങൾക്ക് വ്യാസദേവൻ പറഞ്ഞു തന്നതാന്ന് പറയും. അപ്പൊ ശുകദേവ് ഗോസ്വാമി തിരിച്ച് അച്ഛൻ്റെ അടുക്ക പോകും, വ്യാസദേവന്റെ അടുക്ക പോയി ശ്രീമദ് ഭാഗവതം മുഴുവൻ കേൾക്കും. ശ്രീമദ് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് ആണ് പരീക്ഷിത് മഹാരാജിന്റെ അടുക്കല് ഈ ശ്രീമദ് ഭാഗവതം പറയുന്നത്. അങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം നമ്മളുടെയൊക്കെ കയ്യിൽ കിട്ടിയത്. അത് ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന്റെ അടുക്ക പറഞ്ഞതാണ് ഈ ശ്രീമദ് ഭാഗവതം. അത് ഈ ശ്രീമദ് ഭാഗവതം പരീക്ഷിത് മഹാരാജിന്റെ അടുക്ക പറയുമ്പം കുറേ സേജസ് ഇൻക്ലൂഡിങ് വ്യാസദേവൻ അത് കേൾക്കും. അവരുടെ അടുത്തിരുന്ന് കുറേ മുനിമാരും ഇതിൽ കേൾക്കും. അതില് ഒരു ആളാണ് സൂത ഗോസ്വാമി. അപ്പൊ ഇത് ശുകദേവ് ഗോസ്വാമി, സൂത ഗോസ്വാമി ഇത് കേൾക്കും. സൂത ഗോസ്വാമി വ്യാസദേവന്റെ ഒരു ശിഷ്യനായിരുന്നു. അപ്പൊ സൂത ഗോസ്വാമി കേട്ടിട്ട് നൈമിഷാരണ്യയിലെ മുനിമാരുടെ അടുക്കൽ ഇനി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് ഈ ശ്രീമദ് ഭാഗവതമായിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശ്രീമദ് ഭാഗവതം ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുത്തതാണ്. ഇനി പരീക്ഷിത് മഹാരാജിന്റെ അടുക്ക പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യമെല്ലാം നമുക്ക് നാളെ ക്ലാസ്സിൽ പറയാം. ഇന്നിപ്പം 9 മണിയായി. ഇനി ഇന്നത്തെ ശ്ലോകം നമ്മൾ നാളെ ഞാൻ ഇടാൻ പോകുന്ന ശ്ലോകം 10.11, 4 ചതുർശ്ലോകി ഭഗവത്ഗീതയുണ്ടെന്നാ പറഞ്ഞ. അത് 10.8, 10.9, 10.10 അത് 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 10.11 അത് നാളെ നമ്മൾ പഠിക്കും. അപ്പം 10.11 ഞാൻ ജസ്റ്റ് വായിക്കാം, എന്നിട്ട് നാളെ അതിടും. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത എന്നാണ് പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാവതാം. എന്ന് പറഞ്ഞാൽ തേഷാം അവർക്ക്, ഏവ തീർച്ചയായും, അനുകമ്പാർത്ഥം അവരോട് സ്പെഷ്യൽ മേഴ്സി കാണിക്കാൻ, അവരോട് സ്പെഷ്യൽ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി, അഹം ഞാൻ, അജ്ഞാനജം എന്ന് പറഞ്ഞാല് ഇഗ്നറൻസ്, അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഗ്നറൻസ്. അപ്പൊ ഇഗ്നറൻസ്, അവരുടെ ഇഗ്നറൻസ് കൊണ്ടുള്ള തമഹ എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്. ഇഗ്നറൻസ് കൊണ്ടുള്ള ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാല് ഇരുട്ട്, അവരുടെ ഇരുട്ട്.
നാശയാമി. നാശയാമി എന്ന് പറഞ്ഞാൽ അതെല്ലാം നശിപ്പിച്ച് കളയും. എന്നിട്ടോ ആത്മഭാവ, അവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്തിട്ട് ജ്ഞാനദീപേന ഭാവത, ഞാന് അവർക്ക് ജ്ഞാനമാകുന്ന ദീപം അവർക്ക് കൊടുക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ടു ഷോ ദം സ്പെഷ്യൽ മേഴ്സി, ഐ dwelling in their hearts, destroy with the shining lamp of knowledge the darkness born of ignorance. അപ്പൊ അത് നാളെ ഞാൻ ചൊല്ലി ഇടും. അപ്പൊ അത് പഠിക്കാം. ഇന്നപ്പോ എന്താ ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആദ്യം 3 തവണ നമുക്ക് മഹാമന്ത്രം ജപിക്കാം. ഇന്ന് വന്നിട്ടുണ്ടോ അർജുൻ? ഇല്ല അല്ലേ? അപ്പൊ അർജുന് അപ്പം സുഖമില്ലായ കൊണ്ടായിരിക്കും വരാത്ത. അപ്പൊ അർജുന് വേണ്ടി, നമ്മൾ എല്ലാവർക്കും വേണ്ടി, നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും കൃഷ്ണന്റെ കൃപ നമുക്ക് കിട്ടാനും വേണ്ടി നമ്മൾ 3 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് നിർത്താം. അത് കഴിഞ്ഞാല് ഈ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ദിവസം പാടിയ ജപിച്ച ശ്ലോകങ്ങളെല്ലാം പറയണം. എന്നിട്ട് നമുക്ക് കേൾക്കാം. ഇന്ന് ഉറക്കം വരുന്നുണ്ടോ? ഇന്ന് ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ വേഗം ആ മുറിയിൽ ഒന്ന് കറങ്ങിയേച്ച് വന്നിരിക്കും. ഉറക്കം വരുന്നവര് ആ മുറിയിലൊന്ന് ജസ്റ്റ് നടന്നേച്ച് വന്നിരിക്കുമ്പോ ഉറക്കം പോകും. അങ്ങനെ നടക്കണോ? അനാമിക, സഞ്ജനയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, സഞ്ജന കണ്ണു മിഴിച്ചിരിക്കുകയാണ്. ദേവിന് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. മഞ്ജിമ, ജിഷ്ണ, ഇല്ല. ഓക്കെ. അമൃത, ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് വേഗം 3 തവണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾക്ക് റിവൈസ് ചെയ്തിട്ട് നിർത്താം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 ഹരേ. ഹരേ കൃഷ്ണ. ഇപ്പൊ എന്താണ് 15.15 അല്ലെ? ഞാനും ഒരു നോട്ട്ബുക്കിലൊക്കെ എഴുതി. അപ്പൊ 15.15 എന്താണ്? ആര് പാടും 15.15? ഒരു ലൈൻ പറഞ്ഞിട്ട് ബാക്കി ഞങ്ങൾ എല്ലാരും അത് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ദേവ് പറഞ്ഞാലോ 15.15? അപ്പൊ ആദ്യത്തെ ലൈൻ പാടൂ, അപ്പൊ ഞങ്ങൾ എല്ലാരും അത് പാടും. പറയും. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ അത് മതി, അത്രയും പറയുമ്പോ ഞങ്ങൾ പുറകെ പറയും. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം വേദാന്തകൃദ്വേദവിദേവ ചാഹം. ഇനി അതിന്റെ ട്രാൻസ്ലേഷൻ പറയൂ മോന്. എഴുതിയില്ലേ? എഴുതിയിട്ടില്ല. നാളെ അതും കൂടി എഴുതണേ കേട്ടോ. ഇനി അടുത്ത ആളാരാണ് പറയാൻ പോകുന്നത്? 10.8 ആർക്ക് പറയണം? സഞ്ജന പറഞ്ഞാലോ? പറയാമോ? ഒരു ലൈൻ പറയുമ്പം ഞങ്ങൾ കൂടെ പറയും. എഴുതിയിട്ടുണ്ടോ മോള്? മോള് എഴുതിയോ? ഇല്ല സഞ്ജന.
എഴുതിയില്ലേ? ബുക്കിൽ എഴുതിയില്ലേ? നാളെ എഴുതണം കേട്ടോ. നാളെ എഴുതിക്കൊണ്ട് വരണം. സഞ്ജനെ കൊണ്ട് പാടിക്കും. ഓക്കെ. അപ്പൊ അനാമിക പറഞ്ഞേ 10.8. അല്ല, അഹം സർവസ്യ പ്രഭവോ എന്ന് പറഞ്ഞ് നിർത്തണം. അപ്പൊ ഞങ്ങൾ കൂടെ പറയും. പറയും മോള്. അഹം സർവസ്യ പ്രഭവോ. അഹം സർവസ്യ പ്രഭവോ. സർവം പ്രവർത്തതേ. സർവം പ്രവർത്തതേ. ഇതി മത്വാ ഭജന്തേ മാം. ഇതി മത്വാ ഭജന്തേ മാം. ബുദ്ധാഭാവസമന്വിതാ. ബുദ്ധാഭാവസമന്വിതാ. വെരി ഗുഡ്. മോള് ട്രാൻസ്ലേഷൻ പറയാൻ പറ്റുമോ? എഴുതിയിട്ടുണ്ടോ? ആ പറയൂ. വാസുദേവനായ ഞാനാണ് ജഗത്തിന്റെ കാരണം. എല്ലാം എന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി ബുദ്ധിമാന്മാരായ ഭക്തജനങ്ങൾ പരമേശ്വരനായ എന്നെ നിരന്തരം ഭജിക്കുന്നു. വെരി ഗുഡ്. ഇനി 10.9 ആര് പറയും? നിങ്ങൾക്ക് കൈ പൊക്കാൻ അറിയാമെങ്കിൽ കൈ പൊക്കണം. അല്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞാലും മതി. ആരാ ഇനി അടുത്തത് പറയാൻ പോകുന്ന 10.9? മഞ്ജിമയായാലോ? ഹരേ കൃഷ്ണ മഹാരാജ്. ഹരേ കൃഷ്ണ. മോള് പറയൂ. മച്ചിത്ത മദ്ഗത പ്രാണ. മച്ചിത്ത മദ്ഗത പ്രാണ. പരസ്പരം ബോധയന്ത പരസ്പരം. കഥയന്തശ്ച മാം നിത്യം. കഥയന്തശ്ച മാം നിത്യം. തുഷ്യന്തി ച രമന്തി ച. തുഷ്യന്തി ച രമന്തി ച. നന്നായി പാടി അല്ലേ? നല്ല ഭാവം ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി 10.10 ആര് പറയും? ജിഷ്ണയ്ക്ക് പറയാമോ? ജിഷ്ണ. മാതാജി, ആക്ച്വലി എന്റെ മോൻ 3 വയസ്സാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ ഇരുന്നിട്ട് ജോയിൻ ചെയ്തതാണ്. ഓക്കെ, നോ പ്രോബ്ലം. പറഞ്ഞോളൂ. അതെയോ? എനിക്ക് പറയാമല്ലേ? 10.10 അല്ലേ മാതാജി? 10.10. ഓക്കെ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. ദദാമി ബുദ്ധിയോഗം തം യേന മാപുപയാന്തി തേ. താങ്ക് യു ജിഷ്ണ. നന്നായി പറഞ്ഞു. ജിഷ്ണയ്ക്ക് ഓരോന്ന് പഠിച്ചിട്ട് ചൊല്ലിയിടുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ കൊച്ചു പിള്ളേർക്ക് മാത്രം ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നേരത്തെ പഠിച്ചിട്ടുണ്ടോ ഇപ്പം ഭഗവത്ഗീത ഈ ശ്ലോകങ്ങള്? കുറച്ചിങ്ങനെ വായിക്കാറുണ്ട് മാതാജി. ഇങ്ങനെ ഉണ്ട്. നേരത്തെ അറിയാമല്ലേ? ഓക്കെ. ഞാൻ പിന്നെ മോനും കൂടി പഠിക്കാൻ വേണ്ടി ക്ലാസ് കയറുന്നത്. എന്നിട്ട് മോന് മനസ്സിലാവുന്നുണ്ടോ? കൊച്ചു കുഞ്ഞല്ലേ? തീരെ ചെറുതായി 3 വയസ്സേ ആയിട്ടുള്ളൂ. കേട്ടോണ്ടിരിക്കുമോ? പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കുറച്ച് കേട്ടാലും എന്തെങ്കിലുമൊക്കെ എത്തുമല്ലോ. അതെ, നല്ലതാണ് ഈ പ്രായത്തിലേ കേൾക്കുന്നത്. അതെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നാളെ നമ്മൾ 10.11 പഠിച്ച് ചൊല്ലിയിടണം. ശരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇത് തീർന്നു. നമുക്ക് ഇവിടെ കൊണ്ട് തീർക്കാം. ഇനി നാളെ കാണാം. നാളെ വെനസ്ഡേ അല്ലേ? ഇപ്പൊ നാളെ ക്ലാസ് ഉണ്ട്.
നിങ്ങൾക്കൊക്കെ സ്കൂള് തുറന്നാല് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ദിവസവും പറ്റുമോ? പറ്റില്ലായിരിക്കും അല്ലേ? വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള്, ദേവ്, സഞ്ജന ഏത് ക്ലാസ്സിലാണ്? ഓ, 12.48 ഉണ്ടല്ലേ? അത് ആർക്ക് പാടാൻ പറ്റും? എന്നാ മോൻ തന്നെ പാടിക്കോ. ആ അത് ഞാൻ പുറകിലായി, അതുകൊണ്ടാണ് ഞാൻ കാണാതെ പോയത്. സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ സങ്കീർത്യമാനോ ഭഗവാനനന്തഃ ശുദ്ധാനുഭാവോ വ്യസനം ഹി പുംസാം ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിദിനോദ്യശേഷം പ്രവിശ്യ ചിത്തം വിദിനോത്യശേഷം യഥാത്തമൂർഖോ ഭ്രമ ഇവാതിവാതഃ യഥാ തമോർക്കോ ഭ്രമം ഇവാതിവാതഃ. നന്നായിട്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നാളെ നമുക്ക് കാണാം. ഇന്ന് ഇവിടെ അവസാനിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. നാളെയും 8 മണിയാകുമ്പം തന്നെ ജോയിൻ ചെയ്യണമേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പോയി ഹരേ കൃഷ്ണ. ഇന്ന് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആശാ മാതാജി ക്ലോസ് ചെയ്തേക്കും. ഹരേ കൃഷ്ണ. ആശാ മാതാജി ക്ലോസ് ചെയ്യാമോ? ഹരേ കൃഷ്ണ.